അതോടുകൂടി വാർത്തെടുത്തോ. ഇല്ല എങ്കിൽ പോയി മക്കളെ കൊണ്ടൊരു ഗുണവുമില്ലാതെ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാപ്പ മരിച്ചുപോയി വർഷങ്ങളായി, ഉമ്മ മരിച്ചുപോയി വർഷങ്ങളായി. വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിൽ പോയി ഒരു സലാം ചൊല്ലാനോ ആ സിയാറത്ത് ചെയ്യാനോ ഏത് മക്കളായെന്ന് തയ്യാറായത്? ഏത് മക്കളായെന്ന് തയ്യാറാകുന്നത്? വാപ്പ മരിച്ചുപോയാലൊന്ന് കണ്ണുനീരൊലിപ്പിക്കാനോ, ഉമ്മ മരിച്ചുപോയാലൊന്ന് കണ്ണുനീരൊലിപ്പിക്കാനോ, ഉമ്മയുടെയും വാപ്പയുടെയും മയ്യത്ത് നമസ്കരിക്കാനോ യോഗ്യതയുള്ള മക്കൾ എവിടെയാണ് സഹോദരങ്ങളെ? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? വാപ്പാക്കും ഉമ്മാക്കുമാണ്. അവരതാ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ടാ. അതുകൊണ്ട് നല്ലതുപോലെ അദബ് പഠിപ്പിക്കണേ നമ്മുടെ മക്കൾ. ദുനിയാവിൽ പിഴച്ചു പോയാൽ ആഖിറത്തിൽ വാപ്പാ ഉമ്മ നിങ്ങൾക്കെതിരെ അവർ നിൽക്കുമത്രേ. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഖിയാമത്തിന്റെ വേളയിൽ, എരിപൊരി കൊള്ളുന്ന വേളയിൽ, ശരീരമാസകലം സൂര്യൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ, തന്റെ ഉപ്പൂറ്റി മുതൽ ഉള്ളങ്കാല് മുതൽ തലച്ചോറ് വരെ തിളച്ചു മറിയുന്ന ചൂടിൽ ചവിട്ടി നിൽക്കാൻ കഴിയില്ലാതെ വരുമ്പോൾ, അതാ മാതാപിതാക്കൾ, ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ തണലിലാണ്. സ്വർഗത്തിന്റെ തണലിലേക്ക്, സ്വർഗത്തിലെ പ്രവേശനത്തിന് വേണ്ടി സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ബീജത്തിൽ ജനിച്ച സന്താനങ്ങൾ ദുനിയാവിൽ നമസ്കാരമില്ലാത്തവരായിരുന്നു, ദീനില്ലാത്തവരായിരുന്നു, ഇബാദത്തില്ലാത്തവരായിരുന്നു. കുടിച്ചു കൂത്താടി പലിശ വാങ്ങി ഹറാമിന്റെ മക്കളായി ജീവിച്ച ഈ മക്കൾ നരകത്തിന്റെ വഴികളിലേക്ക് പോകുന്നതിന് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉൾച്ചിയിൽ നിന്ന് ഉള്ളങ്കാല് വരെ ചൂടിറങ്ങിക്കൊണ്ട് അവരെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ സ്വന്തം വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കണ്ടുകൊണ്ട് ഈ മക്കൾ അള്ളാഹുവിനോട് അലമുറയിട്ടിട്ട് പറയും, ഏ പടച്ചവനെ, ഏ തമ്പുരാനെ, ഞങ്ങളുടെ പാദമിതാ തീ കൊണ്ട് പൊള്ളുകയാണ്, ഒരുക്കുകയാണ്, ശരീരമാസകലം ഒരുക്കി നശിക്കുകയാണ്. എന്റെ ഉപ്പയാണ് ആ സ്വർഗത്തിലേക്ക് പോകുന്നത്, എന്റെ ഉമ്മയാണ് ആ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ കാലിതാ തിളച്ചു മറിയുകയാണ്, ചൂടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് വിളിച്ചിട്ട് മലർത്തി കിടത്തൂ തമ്പുരാനെ. ഞങ്ങൾ ഈ വഴി പിഴച്ചു പോകാൻ കാരണം ഈ കാണുന്ന എന്റെ ഉപ്പയും എന്റെ ഉമ്മയുമാണ്. അതുകൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് ഞങ്ങളൊന്ന് ചവിട്ടി നിൽക്കട്ടെ, ഈ ചൂടിനൊന്ന് പരിഹാരം കാണട്ടെ എന്ന് ഈ മക്കള് നാളെ വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പായും ഉമ്മായും നല്ല നിസ്കാര വിഭാഗത്തുള്ളവര്, 5 നേരം കുത്തിമറിഞ്ഞ് പള്ളിയായിട്ട് കഴിഞ്ഞു കൊടുത്താൽ, മക്കളോ പള്ളിയുമായി ബന്ധമില്ല, ഇബാദത്തുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ വാപ്പാക്ക് വലിയ ശ്രദ്ധയാണ്. അവനെ അവിടെ പഠിപ്പിക്കണം, ഇവിടെ പഠിപ്പിക്കണം, അവിടുത്തെ എൻട്രൻസ് വാങ്ങിക്കൊടുക്കണം, ഇവിടുത്തെ എൻട്രൻസ് എഴുതിപ്പിക്കണം. എത്ര ലക്ഷമായാലും കുഴപ്പമില്ല. അതിന് മന്ത്രിയെ കാണാൻ പോകും, അതിന് ആരെ സോപ്പിടാനും പോകും. മക്കളെ ദുനിയാവിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കാൻ വാപ്പ ഭയങ്കരമായ ശ്രദ്ധ ചെലുത്തുമെങ്കിൽ ആഖിറത്തിലേക്ക് വേണ്ടി വാപ്പാ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് പരിശ്രമമാണ് നടത്തിയത്? ഖബറിലേക്ക് വേണ്ടി എന്ത് നടത്തി വാപ്പ? ദുനിയാവിൽ വാപ്പ ജോലിയൊക്കെ മേടിച്ചു കൊടുത്തു, 50 ലക്ഷത്തിന് പഠിപ്പിച്ച് ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, നല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. വാപ്പ കരുതുന്നു എന്റെ ജോലി തീർന്നിരിക്കുന്നു, അൽഹംദുലില്ലാ എന്റെ മോനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി, എനിക്കതിൽ വലിയ സന്തോഷം. കുഴപ്പമില്ല, പക്ഷേ സ്വസ്ഥമായിട്ട് കബറി കിടക്കാൻ പറ്റൂല. കാരണം എന്താ? ഐഎഎസുകാരനായ മകൻ വാപ്പ മരിച്ചു പോകുമ്പോ കുറെ പോലീസിന്റെ കമ്പടിയോടുകൂടി വാപ്പാ ഇലാ ഹളറത്തി വാപ്പാൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് വലിയ ഒരു റീത്ത് കൊണ്ട് വാപ്പാടെ നെഞ്ചിലോട്ടങ്ങ് വെക്കും. വേറെ ഒന്നും അറിഞ്ഞൂടാ, ഫാത്തിഹ ഓതാൻ അറിഞ്ഞൂടാ, യാസീൻ ഓതാൻ അറിഞ്ഞൂടാ, ദിക്ർ എല്ലാം അറിഞ്ഞൂടാ, ദുആ ചെയ്യാൻ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. എല്ലാരും വന്നിക്കുന്നല്ല. ചില മുസ്ലിമീങ്ങള് ഭൗതികതയുടെ ഉത്തുംഗ സോപാനത്തിലെത്തിയവർ വാപ്പാടെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. അസ്തഗ്ഫിറുല്ലാഹ്. വിദ്യാഭ്യാസം, ഭൗതികത കൊടുത്തോ, ദീനും കൂടെ കൊട്. അപ്പോൾ അവർക്ക് ബോധമുണ്ടാകും, എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തില്ല എങ്കിൽ എന്റെ വാപ്പാടെ ഖബർ ശാന്തമാവുകയില്ല. അങ്ങനെ വാപ്പായും ഉമ്മായും നമസ്കാരവും ഇബാദത്തുമുള്ളവരാണ്. മക്കൾക്ക് ദീനിയായ ബന്ധമില്ലാത്തവരാണെങ്കിൽ നാളെ ആഖിറത്തിലെ പടച്ചവന്റെ മുന്നിൽ വെച്ച് ഈ മാതാപിതാക്കളെ നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നിങ്ങൾക്ക് വിരൽ കടിക്കാവുന്നതല്ലാതെ മക്കൾക്ക് എതിരെ ഒന്നും പറയാൻ പറ്റൂല. ഉടനെ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, അവര് പറയുന്നത് ശരിയാണോ എന്നൊന്ന് നോക്ക്. ഈ നമസ്കാര വിഭാഗത്തുള്ള ഈ മാതാപിതാക്കളെ കുറിച്ച് ഇവ ഇങ്ങനെ പറയണത് ശരിയാണോ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേ, ഒന്ന് സെർച്ച് ചെയ്തേ, ഗൂഗിൾ അടിച്ചൊന്ന് സെർച്ച് ചെയ്തേ.
ഗൂഗിൾ അടിച്ചൊന്ന് സെർച്ച് ചെയ്ത് അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ചു നേരം ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ, അത് അവിടത്തേക്ക് ഇന്റർനെറ്റ് പെട്ടെന്ന് പടപടാന്ന് ഇവിടുത്തെ കൂട്ടി ഇങ്ങനെ അടിച്ചിട്ട് നോക്കിയിരിക്കണ്ട, പെട്ടെന്ന് അതിങ്ങനെ സെർച്ച് ചെയ്തിട്ട് വരും. പടച്ചവനെ, ഇദ്ദേഹം സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ മകൻ കൂർക്കം വലിച്ചുറങ്ങിയാണ്, ഒന്ന് വിളിക്കുക പോലും ചെയ്യൂല. ശരി, ഉമ്മ വിളിക്കുവോന്ന് കരുതി ഉമ്മായും വിളിക്കൂല. മകൻ 2 മണിക്കാണ് യാത്ര കഴിഞ്ഞ് വന്നത്, ക്ഷീണിച്ചു ഉറങ്ങിയാണ്. മകൻ ഉറങ്ങട്ടെ, ശല്യപ്പെടുത്തല്ലേ. ഉമ്മായോ നമസ്കാരത്തോടെ നമസ്കാരം സെർച്ചിൽ കാണിക്കും. അപ്പൊ മലക്കൾ കാണിച്ചിട്ട് അതാ നോക്ക്, ഉമ്മ അവിടെ റൂമിൽ നിസ്കരിക്കുന്നു, വാപ്പ പള്ളിയിൽ ടോർച്ച് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. മോൻ ഭയങ്കര ഉറക്കം. വാപ്പ വിളിച്ചോ ഇല്ല, ഉമ്മ വിളിച്ചോ ഇല്ല. ആരാ ഉത്തരവാദി? നല്ല ഉറക്കം. നിസ്കാരമില്ല, ഇബാദത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല. നോക്കുമ്പോൾ അതിനകത്ത് കാണാം ശരി തന്നെയാണ്. ഉടനെ അല്ലാഹു തആല പറയും, ഈ വാപ്പാടെയും ഉമ്മാടെയും അമലെടുത്ത് ഈ മക്കൾക്ക് കൊടുക്കുക. ഈ വാപ്പായും ഉമ്മായും നരകത്തിലിട്ടുകൊണ്ട് ഈ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അല്ലാഹു അക്ബർ. നമ്മൾ കടന്ന് ഹജ്ജ് ചെയ്തതും, നമ്മൾ തസ്ബീഹ് ഉരുട്ടിയതും, നമ്മൾ സലാത്തി ചൊല്ലിയതും, ദിക്ർ ചെയ്തതും എല്ലാം പെട്ടെന്ന് ആർക്ക് കിട്ടി? മക്കൾക്ക് നിമിഷ നേരം കൊണ്ട് കിട്ടി. അതുകൊണ്ട് ആരുടെ പിന്നെ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എങ്കിൽ കല്ലി നമ്മൾ കുറ്റക്കാരനല്ല. ഗൂഗിൾ അടിക്കുമ്പോൾ അതിനകത്ത് കാണും, ഇവൻ വാപ്പ ചൂടാവുന്നത് മകന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കാണും. പള്ളിപ്പോടാ, ആഹാരം തന്നെ നിസ്കരിക്കാം, പള്ളിപ്പോടാ, ഇങ്ങനെയൊക്കെ ചൂടാവുന്ന അതിനകത്ത് കാണാം. അപ്പൊ വാപ്പ പറഞ്ഞു നോക്കി, പക്ഷെ രക്ഷയില്ലാത്തതാ, പോട്ടെ, വേണ്ട, അവരങ്ങ് വിട, അവൻ 2 ഇടി കൊള്ളട്ടെ, അങ്ങോട്ട് മാറ്റിയിട്, ഒരു 2 വർഷത്തേക്ക് റിമാൻഡ്, അങ്ങോട്ട് മാറ്റിയിട്. അത് വിഷയം പറയാം, നമ്മൾ പറയണം. ഇതിപ്പോ മക്കളോടുള്ള വാത്സല്യത്തിന്റെ പേരിൽ പറയൂല. ഉമ്മ 2 മണിക്ക് മകൻ യാത്ര കഴിഞ്ഞ് വന്നതാണ്, കിടന്ന് ഉറങ്ങട്ടെ, അയ്യോ എന്റെ കുഞ്ഞിനെ വിളിക്കല്ലേ, ഉറങ്ങട്ടെ. ഉമ്മാക്ക് ഇത്രയും സ്നേഹം. പക്ഷെ ആഖിറത്ത് ഈ മകൻ ഇടികൊള്ളുമ്പോ ഈ ഉമ്മാടെ സ്നേഹം എവിടെ പോയി? ദുനിയാവിൽ ഇടികൊള്ളുന്നത് മാത്രമാണ് ഉമ്മാക്ക് പ്രശ്നം, വാപ്പാക്ക് പ്രശ്നം. ആഖിറത്തിൽ ഈ മക്കൾ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ഈ വാപ്പാക്കും ഉമ്മാക്കും വിഷമം ഉണ്ടാവുകയില്ലേ? അപ്പൊ ഇവരുടെ ആഗ്രഹം എന്താ? ദുനിയാവ് മാത്രമേ ഉള്ളൂ മക്കളും വാപ്പായും ഉമ്മായൊക്കെ എന്നല്ലേ തോന്നുന്നത്? ഇല്ല, ദുനിയാവ് മാത്രമല്ല, നാളെ ആഖിറത്തിൽ വരെ ഇതേ മക്കളെയും മാതാപിതാക്കളെയും നമുക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയെങ്കിൽ സുഹൃത്തെ, സഹോദര, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല അദബ് കൊടുത്ത് വളർത്തിയെടുക്കണമേ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല പൊട്ടിയിൽ കൊടുന്ന് മക്കൾക്ക് പിന്നല്ലാതെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫൈദാ ബലഗ 6 സിനീന, 6 വയസ്സായി കഴിഞ്ഞാൽ ഉദ്ദിബാദബ് പഠിപ്പിക്കണം. ഫൈദാ ബലഗ 9 സിനീൻ, 9 വയസ്സായി കഴിഞ്ഞാൽ ഉസില ഫിറാഷുഹു, തന്റെ വാപ്പ മകളെ, 9 വയസ്സായ മകളെ വീട്ടിന്റെ മുറിക്കകത്ത് നിന്ന് കൂടെ കിടക്കുന്നതിൽ നിന്ന് മാറ്റിക്കിടത്തിക്കോ. സ്നേഹം ഭയങ്കര സ്നേഹപ്രകടനവാ. 9 വയസ്സായ മോളെ കെട്ടിപ്പിടിച്ചോണ്ട് വാപ്പ കിടക്കണ്ട, 9 വയസ്സായ മോനെ കെട്ടിപ്പിടിച്ചോണ്ട് ഉമ്മ കിടക്കണ്ട, മാറ്റിക്കിടത്തിക്കോ. ഉസില ഫിറാഷുഹു, 9 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടിയെ ഉമ്മാന്റെ അടുക്കൽ നിന്നും മാറ്റിക്കിടത്തണം, പെൺകുട്ടിയെ വാപ്പാന്റെ അടുക്കൽ നിന്നും മാറ്റിക്കിടത്തണം. 2 പേർക്കും പ്രൈവറ്റ് റൂം വേണം. മക്കള് വേറെ റൂം, മാതാപിതാക്കള് സെപ്പറേറ്റ് റൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ കർക്കശത പുലർത്തിയിരുന്നു. മക്കള് കിടക്കുന്ന മുറിയിൽ മാതാപിതാക്കൾ ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. മക്കള് കിടക്കുന്ന മുറിയിൽ അവര് വിചാരിക്ക മക്കള് അതൊക്കെ ഉറങ്ങി കൊച്ചേ നമ്മള് പറയും, ഉറങ്ങിയിട്ടില്ല, അവത്തുങ്ങൾക്ക് ഉറക്കം വരൂല, അവരൊന്നും ഉറങ്ങൂല, അതൊക്കെ ചുമ്മാ പറയുന്ന, അവരിങ്ങനെ നടിച്ചു കിടക്കും, അത് ഉറങ്ങുന്നില്ല. നേരം വെളുക്കുമ്പോ കാറുകുശാരിയൊക്കെ പറയും കഴിഞ്ഞതാ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് മാറ്റിക്കിടത്തിയ അടുത്ത മുറിയിൽ ഇതാര് പറയുന്നു? അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء
സലാസു ഔറാത്തിൻ ലക്കും. ഈ 3 സമയങ്ങൾ ഔറത്തിന്റെ സമയമാണ്, നഗ്നതയുടെ സമയമാണ്, അത് മറക്കേണ്ട സമയമാണ്. അല്ലാഹു പറയുന്നു, ഏ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കൈകൾ സ്വായത്തമാക്കി വെച്ചിരിക്കുന്ന അടിമകളും, വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ, പ്രായപൂർത്തിയാകാത്ത മക്കളും നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. മിൻകും, നിങ്ങളിൽ നിന്ന്, സലാസ മർറാത്ത്, 3 സന്ദർഭങ്ങളിൽ, 3 സമയത്ത് ഉപ്പായും ഉമ്മായും ഉറങ്ങുന്ന മുറിയിൽ കയറാൻ പ്രായപൂർത്തി എത്താത്തവർ പോലും അനുവാദം ചോദിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രായപൂർത്തി എത്താത്ത മക്കള്, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇതില്ലല്ലോ, ഈ ലൈസൻസ് ഒന്നുമില്ല, എപ്പോഴും വരാമല്ലോ വാപ്പാടത്ത്. വലിയ മക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് ചാടി വരാവോ? വലിയ മക്കളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തിയടാ, എവിടെ എത്തിയടാ, എവിടെ എത്തിയടാ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അവൻ കൊല്ലത്തിൽ നിന്നിട്ട് പറയും, ഞാൻ അയത്തി വാപ്പാ, അയത്തി വാപ്പാ, അങ്ങനെ വിളിച്ച് പറയും കള്ളത്തരം. അവൻ കൊല്ലത്തിൽ നിൽക്കുക സംഭവം, എന്നിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കും. വലിയ മക്കള് വീട്ടിൽ വന്നാലോ വാപ്പായെ പേടിച്ചിട്ടാ കയറുക. വാപ്പാടെ മുറിക്കകത്തോട്ട് കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? പേടിച്ച് അതബ്. പക്ഷെ മക്കളാകുമ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. കുഞ്ഞുങ്ങള് ഉള്ള സത്യം, കുഞ്ഞ് അനിയനെയും കൊണ്ടെങ്ങാനും കൂട്ടിക്കൊണ്ട് പോയിട്ട് കൊല്ലത്ത് നിന്നിട്ട് അയത്തി എന്ന് പറഞ്ഞാൽ, ഇല്ല വാപ്പിച്ച, ഞങ്ങൾ വണ്ടി കയറിയിട്ടേ ഇല്ല, ചിന്നക്കട ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതേ ഉള്ളു, കുഞ്ഞുങ്ങൾ പറയും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എപ്പോഴും കയറിപ്പോകാൻ വാപ്പാടെയും ഉമ്മാടെയും മുറിയിൽ. അപ്പൊ അതുകൊണ്ട് ഈ 3 സന്ദർഭങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെയും കയറ്റരുത്. മിൻ ഖബലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള സമയം ഈ കുട്ടികളെ നിങ്ങൾ, മാതാപിതാക്കളെ നിങ്ങളുടെ പ്രൈവറ്റ് മുറിയിലേക്ക് കയറ്റരുതേ. അള്ളാഹു പറഞ്ഞ തീരുമാനമാണ്, സ്വീകരിച്ചു കൊള്ളണം. വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, ഉച്ചയ്ക്ക് മധ്യാഹ്ന സമയത്ത് വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് കുറച്ച് വിശ്രമിക്കാമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്തും മാതാപിതാക്കളെ നിങ്ങൾ ഉറങ്ങുന്ന ബെഡ്റൂമിൽ ഈ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ നിങ്ങൾ പ്രവേശിപ്പിക്കരുതേ. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരം കഴിഞ്ഞ് കുട്ടികൾക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് അവരെ ഒരു പ്രത്യേകമായ മുറിയിൽ കിടത്തി ഉറക്കിയിട്ട് വേണം ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാക്കളെ, പിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് റൂമിലേക്ക് പ്രവേശിക്കാൻ. സലാസു ഔറാത്തിൻ ലക്കും, ഈ 3 സന്ദർഭങ്ങളും നിങ്ങൾക്ക് ഔറത്താണത്. ഔറത്ത് നമ്മൾ സൂക്ഷിക്കൂലേ? ഔറത്ത് മറയ്ക്കൂലേ? ഇതേപോലെ ഈ സമയം നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, മറയ്ക്കണമെന്നർത്ഥം. അള്ളാഹു പറയുകയാണ്. നമ്മൾ എന്താ വിചാരിച്ചത്? അത് ഉസ്താദെ, കുട്ടി എന്റെ ചൂടടിക്കാതെ ഉറങ്ങൂല, കുഴപ്പമില്ല, നീ പോയിട്ട് അടുത്ത റൂമിൽ കിടന്നോ, കുറച്ചു നേരം കുട്ടി ഉറങ്ങുന്നവരെ കിടന്നോ, ഉറങ്ങിയിട്ട് നീ ഇപ്പുറത്തോട്ട് വന്നേരെ, അങ്ങനെ പോയി കിടക്കാമല്ലോ. അതല്ലാതെ അങ്ങനെ കിടക്കാൻ പാടില്ല, അത് പ്രശ്നമാണ്, ഭാവിയിൽ അത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ചോളീൻ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ, 3 സന്ദർഭങ്ങളിൽ കുട്ടികളെ നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിപ്പിക്കരുത്. വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും, നിങ്ങളുടെ കുട്ടികൾ, വൈദാ ബലഗൽ അത്ഫാലു മിൻകും, നിങ്ങളുടെ കുട്ടികളെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ഫൽയസ്തഅ്ദിനു കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള മൂത്ത ഇക്കാമാര് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നത് പോലെ പ്രായപൂർത്തിയെത്തിയ കുട്ടികളും വാപ്പയോടും ഉമ്മയോടും അനുവാദം ചോദിച്ചിട്ടല്ലാതെ മുറിയിൽ കയറരുത്. അതുവരെ കുട്ടികളാവുമ്പോ അറിയില്ല, പ്രായപൂർത്തി എത്തുന്നവരെ കുട്ടികൾക്ക് തർബിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നവരെ മക്കൾ വാപ്പ ഉമ്മയും തടയണം. പ്രായപൂർത്തി എത്തി ബോധം വന്നു കഴിഞ്ഞു, അപ്പൊ ജ്യേഷ്ഠൻ ഉപ്പയോട്, ഉപ്പ അങ്ങോട്ടൊന്ന് വരട്ടെ, ഉമ്മ അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നത് പോലെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ചോദിക്കണം. മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ ചോദിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ചോദിക്കാതെ, അനുവാദമില്ലാതെ നിങ്ങൾ കയറരുത്, ആരുടെയും വീട്ടിൽ കയറരുത്. ഒരുത്തന്റെ വീട്ടിൽ, നമ്മൾ ഒരാളുടെ വീട്ടിൽ നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ ഓടിപ്പോയിട്ട് നേരെ ഒരു വീട്ടിൽ പോയി കയറാൻ പാടില്ല. അതിന് വേറെ ഒരു വിഷയമാണത്. ഓരോ മുസൽമാന്റെ വീട്ടിൽ പോകേണ്ടത് എങ്ങനെ മുട്ടി വിളിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊരു വിഷയമായി എടുത്തുകൊണ്ട് നമുക്കത് പിന്നീട് സംസാരിക്കാം. അപ്പൊ നമ്മുടെ വിഷയമായിട്ട് പോകട്ടെ. അപ്പൊ അതുകൊണ്ട് 9 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ മാറ്റിക്കിടത്തണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണല്ലോ. ഇന്നിപ്പം ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ.
വാപ്പായും മകളും തമ്മിലുള്ള ബന്ധങ്ങൾ ധാരാളം കേരളത്തിൽ ധാരാളം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കാലേ കൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഈ കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. 9 വയസ്സായി കഴിഞ്ഞാൽ മാറ്റിക്കിടത്തണം എന്ന് പറഞ്ഞെങ്കിൽ സുഹൃത്തെ, സ്വന്തം പിതാവ് എത്രയോ പെൺമക്കളെ മാനഭംഗപ്പെടുത്തിയ ചരിത്രം ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. പത്രം വായിക്കുന്നവരാണ് നമ്മൾ. ഇത് റസൂലുള്ളാഹി തങ്ങൾ കാലേ കൂട്ടി മനസ്സിലാക്കിയ സംഭവമാണല്ലോ. കണ്ടാ ഇല്ലേ? സംഭവമില്ലേ? ഞാൻ ഇനി പേരും സ്ഥലവും ഒന്നും പറയണ്ട, നമുക്ക് തന്നെ ആണക്കേടാ, പറയാതിരിക്കില്ല എന്നെ നല്ലത്. അത് നിങ്ങൾ തന്നെ ഗണിച്ചങ്ങ് എടുത്താൽ മതി. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ കാര്യങ്ങൾ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൈദാ ബലഗ 13 സന, 13 വയസ്സെത്തിയാൽ ഉരിബ അലസ്സലാ, നമസ്കാരത്തിന്റെ മേൽ അവനെ അടിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ 10 വയസ്സെന്നുണ്ട്. 7 വയസ്സാകുമ്പോൾ അവനെ പ്രേരിപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ല അടിക്കണം. അത് വേറെ റിവായത്താണ്. ഈ ഹദീസിന്റെ റിവായത്തിൽ ഫൈദാ ബലഗ 13 സന, 13ാമത്തെ വയസ്സെത്തിയാൽ മക്കളെ, നമസ്കാരമില്ലാത്ത മക്കൾക്ക് മാതാപിതാക്കളെ നിങ്ങൾ ആഹാരം നൽകല്ലേ, അവനെ അടിച്ചു പള്ളിയിലേക്ക് പറഞ്ഞയക്കണമേ. അത് വാപ്പാടെയും ഉമ്മാടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണത്. ട്യൂഷന് വിടാൻ വാപ്പായും ഉമ്മായും നിർബന്ധിക്കും. ട്യൂഷന് വിടാൻ, സ്കൂളിൽ വിടാൻ, പരീക്ഷ എഴുതാൻ വിടാൻ, അതിനൊക്കെ വാപ്പായും ഉമ്മായും കർക്കശ സ്വഭാവമുള്ളവരാണ്. പക്ഷേ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ മകനെ പേര് വിളിച്ച് കളിക്കുന്ന മൈതാനത്തിൽ നിന്ന് വിളിച്ചു വരുത്തി കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കിക്കൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കടാ എന്ന് ഏത് വാപ്പയും ഉമ്മയുമാണെന്ന് പറയുകൊണ്ട് അങ്ങനെ പോകാത്തവനെ അടിച്ചു ഓടിക്കണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടിപ്പിക്കണം. അത് അടി പൊട്ടീര് കൊടുക്കണം. നല്ല പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിൽ, ട്യൂഷന് പോയില്ലെങ്കിൽ എന്തടി കൊടുക്കും? ഇപ്പോൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ എന്താ വാപ്പായും ഉമ്മായും അങ്ങനെ അടിക്കാത്തത്? അടിച്ചു വിടണം. നല്ല ഒരു പേരക്കമ്പ്, കാപ്പിക്കമ്പ്, ചൂരൽ വാങ്ങി ഇങ്ങനെ വെട്ടേക്കണം, തൂക്കിയിട്ടേക്കണം വീട്ടിൽ അടിക്കാൻ. ഇത് കാണും, നല്ല പൊട്ടാസ് കൊടുക്കണം. ചിരിക്കുന്ന കണ്ടില്ലേ പയ്യൻ ഇരുന്ന്? കിട്ടുന്നുണ്ടാണോ മോനെ എനിക്ക്? ഇപ്പോഴല്ലേ ചാക്ക് പോലത്തെ പാൻ്റല്ലേ, ഇതിനകത്ത് ഇപ്പൊ എത്ര അടിച്ചാലും ഈ പറയുന്ന പോലെ ഒന്നും. അള്ളാഹു ഇത് ആര് കണ്ടുപിടിച്ചോ എന്നറിയില്ല. പടച്ച തമ്പുരാനെ, കമ്പി വെച്ചടിച്ചാലും ഒരു പ്രശ്നമില്ല അതിനകത്തോട്ടൊന്ന്. ബുള്ളറ്റ് പ്രൂഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ വസ്ത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു. സറാബീല തഖീകുൽ ഹർറ വ സറാബീല തഖീകും ബഅസകും. ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ഉണ്ടാക്കി തന്നില്ലേ? അടി ഏക്കാതിരിക്കാൻ വേണ്ടി. അള്ളാഹു അതിപ്പം കറക്റ്റ് വന്നു കഴിഞ്ഞ് ചാക്കിന്റെ വസ്ത്രമാണ് നമ്മുടെ പിള്ളേരൊക്കെ ധരിക്കേണ്ടത്. എത്ര? 250 പോക്കറ്റ്, ഇപ്പുറത്തൊരു 125, ഇപ്പുറത്തൊരു 125. പടച്ച തമ്പുരാനായി മണലിന്റെ ക്ഷാമമുള്ള സ്ഥലത്ത് വലിയ ഒരു പാൻറ് വാപ്പാടെ എടുത്തിട്ടുണ്ട് പോയാൽ ഒരു പെട്ടിയോട്ടയ്ക്കകത്തുള്ള മണൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ സംഭരിച്ച് ഇതിനകത്ത് 2 ഭാഗത്തിട്ടുണ്ട് വരാം. ചെറിയൊരു വീട് വയ്ക്കാനുള്ള മണൽ കിട്ടും. എല്ലാം വാരിട്ട് ഇങ്ങനെ തുറന്നിരിക്കും. എന്തൊക്കെ ഫാഷനാ പടച്ചവനെ. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. ഇനി ഏത് കോലത്തിലൊക്കെ ആകാൻ പോന്നോന്നുള്ളത് അള്ളാഹുവിനറിയാം. 2020 വരെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ഇനി നമുക്ക് കാണാം വസ്ത്രത്തിന്റെ അളവ് എവിടം വരെ എത്തുമെന്ന്. അള്ളാഹു ആലം. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ, ഫിത്നയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ, കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. അപ്പോ 13 വയസ്സാകുമ്പോൾ മക്കളെ പിടിച്ച് പള്ളിയിൽ കൊണ്ട് പറഞ്ഞു വിടണം, ഓതാൻ വിടനായി, ഹിഫ്ള് പഠിപ്പിക്കാൻ കൊണ്ടുവിട്, ഹാഫിള് ആവട്ടെന്ന്. പിന്നെ ഹാഫിളായിട്ട് പിന്നെ സ്കൂളിൽ വിട്, ബാക്കി പരീക്ഷ എഴുതിപ്പിര്. ഇന്ന് 2 വിദ്യാഭ്യാസം കൂടെ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, പഠിപ്പിര്, ആലിമും ഹാഫിളും ആവട്ടെ. എങ്കിലും വാപ്പ നാളെ വലിയ ഒരു കിരീടമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി വരും. ഹാഫിളായ മക്കളോട് പറയും അല്ലാഹു തആല 6600 ചില്ലുവാനും ആയത്തുണ്ട്. ഈ ഓരോ ആയത്തിനും സ്വർണത്തിന്റെ പടി അല്ലാഹു സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കും. ഓരോ ആയത്ത് ഓതിയിട്ട് കയറിക്കോ. അലിഫ് ലാം മീം, ഒരു പടി വാപ്പാടെ കൈക്കും പിടിച്ചോണം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അടുത്ത പടി കേറിക്കോ.
അങ്ങനെ 6666ഓളം ആയത്തുകൾ ഓതി സ്വർണത്തിന്റെ പടികളെല്ലാം പടവുകൾ ചവിട്ടിക്കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് ഹാഫിളീങ്ങൾ എത്തിപ്പെടുമെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ കിരീടധാരികളായ മാതാപിതാക്കളും ഉണ്ടാകും. അല്ലാഹ്, ഇവിടെ ആരും കാണത്തില്ല. ഇവിടെ കിരീടം പോയിട്ട് 50 പൈസയുടെ ഒരു തൊപ്പി വാങ്ങിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെ ഈ കിരീടമൊക്കെ വാങ്ങിച്ചു വെച്ച് അല്ലാഹു തആല ഈ മക്കളെ കൊണ്ട് ഓരോ ആയത്ത് ഓതി ഓതി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്ത്, ഏറ്റവും ക്ലോക്ക് ടവർ, ലൈറ്റ് ഹൗസ്, ഏറ്റവും മുകളിൽ പോയിരുന്ന് നോക്കിയാൽ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ പഠിപ്പിക്കാത്ത, ഓതാനും ഖുർആൻ ഓതാനൊന്നും വിടാത്ത നാട്ടുകാരുടെ മക്കളൊക്കെ ആയിട്ട് താഴെ ഇരിക്കുന്നതാണ്. സലാമേ സലാമേ എന്ന് മുകളിൽ നിന്ന് താഴോട്ട് വിളിക്കും നോക്കിക്കൊണ്ട്. എന്റെ മക്കളൊക്കെ എവിടെ എന്ന് താഴോട്ട് വിളിക്കും. അതുകൊണ്ട് പഠിപ്പിര്. നല്ല ആലിമ്യങ്ങളും ഹാഫിളീങ്ങളും ആകട്ടെ. ഹാഫിളീങ്ങളായാലും മാതാപിതാക്കൾക്കാണ് ഗുണം. ചുളുവിന് സ്വർഗത്തിൽ കയറാം, വാപ്പാക്കും ഉമ്മാക്കും. ചുളുവിന് സ്വർഗത്തിൽ കയറാം ഒരേ ഒരു വഴി, മക്കളെ ഹാഫിളീങ്ങളാക്കും. പക്ഷെ ഹാഫിളായിട്ട് പിഴച്ചു നടക്കരുത്. ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്താൽ ആ മക്കളുടെ പേരിൽ മാതാപിതാക്കൾ കൂടെ നേരെ അവരുടെ മുണ്ടിന്റെ തുഞ്ചാണിയും പിടിച്ച് സ്വർഗത്തിൽ കയറാം. അള്ളാഹു നമ്മുടെ മക്കളെ ആലിമ്യങ്ങളെ ഹാഫിളീങ്ങളും ആക്കട്ടെ. അൽഹംദുലില്ലാഹ്. അതിന് പരിശ്രമിക്കും. ഇന്ന് നല്ല സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. പഠിപ്പിക്കാനുള്ള നല്ല മാധ്യമങ്ങൾ, എല്ലാ വഴികളുമുണ്ട്. അതുകൊണ്ട് പഠിപ്പിക്കും. ആൺമക്കളെയും പഠിപ്പിക്കും, പെൺമക്കളെയും പഠിപ്പിക്കും, ഹാഫിളീങ്ങളാക്കും. ഇനി അടുത്ത പരിപാടി, നമ്മുടെ അടുത്ത വിഷയത്തിന്റെ ഗൗരവം ഇനി അടുത്തതാണ്. 16 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവന്റെ വാപ്പാവനെ വിവാഹം കഴിച്ചു കൊടുക്കണം. നമ്മുടെ വിഷയം അതാ. 16 വയസ്സാകുമ്പോൾ, മറ്റൊരു റിവായത്തിൽ കാണാം 19 വയസ്സാകുമ്പോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ഇപ്പൊ 16 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അതിശയപ്പെടാനൊന്നുമില്ല. ഒരു 2 ആഴ്ചക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു സംഭവം കണ്ടോ? 14 വയസ്സുള്ള ഒരു ചെറുക്കന്റെ കൂടെ +2 പഠിക്കുന്ന പെണ്ണ് ഒളിച്ചോടിപ്പോയി. 14. പത്രത്തിൽ വായിച്ചില്ലേ ആരും? അതൊക്കെയാണ്. എല്ലാ പത്രവും വായിക്കണം. നമുക്ക് അന്നേരം ഞാൻ ഈ ഹദീസ് അവിടെ ഇരുന്ന് ഓർത്ത്, അള്ളാന്റെ റസൂല് പറഞ്ഞ പടച്ചവനെ 16 വയസ്സിന്റെ കണക്ക് പറഞ്ഞു. ഗവൺമെന്റ് 21, 18 പെണ്ണുങ്ങൾക്കും 22 ആണുങ്ങൾക്കും ആയിക്കൊള്ളട്ടെ. 18നും 22നും നിങ്ങൾ കെട്ടിച്ചുകൊട്. അന്നേരെങ്കിലും ചെയ്യൂല. മുറ്റി 35 എത്തണം, എന്നാലേ പെണ്ണ് കിട്ടുള്ളൂ. പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെ. പിന്നെ അവത്തുങ്ങൾ അവരുടെ കുഴപ്പമല്ല, വാപ്പാക്ക് ഫുലൂസ് ഇല്ലാത്തത് കൊണ്ടാണ്. പാവം ഗർഭപാത്രം എല്ലാം പൂപ്പ് പിടിക്കുമ്പോഴായിരിക്കും പിന്നെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരവസ്ഥ വരെ എത്തും. കഷ്ടം. അത് നമ്മുടെ സംസ്കാരം തിരിഞ്ഞു പോയത് കൊണ്ടാണ്. കാരണം എന്താണ്? അങ്ങോട്ട് മഹർ കൊടുത്ത് കെട്ടുന്ന സംസ്കാരം നമ്മൾ മറന്നുപോയി. അത് കളഞ്ഞിട്ട് അവരുടെ പെണ്ണിന്റെ വാപ്പാടെ കരൾ റോസ്റ്റ്, അവിടുത്തെ കിഡ്നി ഫ്രൈ, ഇതെല്ലാം ഇങ്ങോട്ട് മേടിച്ചിട്ടല്ല ഇവിടെ കെട്ടാൻ നിൽക്കുള്ളൂ. പിന്നെ അങ്ങനെ എന്ന് കെട്ടാനാ? അപ്പൊ അവരുടെ കുറ്റമാണോ ഇത്? അവരുടെ കുറ്റമാണോ? സുഹൃത്തുക്കളെ, ഒരു വാപ്പ അറിഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അൽഹംദുലില്ലാഹ് നീ കൊണ്ടുപോയി തന്നെ. നീ പേശാൻ നിൽക്കാതെ, ആടുമാട് ഒട്ടകങ്ങൾക്ക് വില പേശുന്നത് പോലെ നീ പേശാൻ നിൽക്കാതെ, കല്യാണ ചെലവിന് 1.25 താലിമാല വാങ്ങിക്കാൻ 10,000 താ, ബിരിയാണി ഞങ്ങൾ 10,000 പേര് വരും, അതിന് ഇത്ര വേണം. നാണവില്ലേ? പുലൂസ് ഇല്ലാത്തവൻ നീ എന്തിനാ പെണ്ണ് കെട്ടാൻ പോണേ? പോയി നോമ്പ് പിടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെടുത്ത് പോയി യാചിച്ച് വാങ്ങാൻ നിൽക്കാതെ അതിനെക്കാട്ടും നല്ലതാ പള്ളി വാ ഉസ്താദെ എനിക്ക് പെണ്ണ് കെട്ടണം, ഇത്തിരി മഹറിന് പൈസ ഒപ്പിച്ച്. അന്തസ്സുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പിരിവെടുത്ത് ഒരു മഹറിന് വേണ്ടിയിട്ട് ഇയാൾ കുറച്ച് പൈസ ഒപ്പിച്ചു കൊടുക്കുക, ഒരു കുഴപ്പമില്ല. സൗദി അറേബ്യയിലൊക്കെ ആണുങ്ങൾ പെണ്ണ് കെട്ടാൻ മഹർ കൊടുക്കാനില്ലാതെ അവരിങ്ങനെ പള്ളിയിൽ വിളിച്ച് പറയും എന്തെങ്കിലുമൊക്കെ, യാഹി എന്നെ സഹായിക്കണം, എന്തെങ്കിലുമൊക്കെ ഫുലൂസ് തരണം എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് ഔഖാഫിൽ 33,000 റിയാൽ കൊടുക്കും ഇവർക്ക് സഹായത്തിന്, വിവാഹം കഴിക്കാൻ വേണ്ടി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പെണ്ണുങ്ങളുടെ കുഴപ്പമാണോ ഇത്? അപ്പൊ നമ്മളതൊന്നും ആ ഒരു നിയമത്തിനൊരു മാറ്റം വരുത്ത്. പിന്നെ വാപ്പായും ഉമ്മായും, പെണ്ണിന്റെ വാപ്പായും ഉമ്മായും തരുന്നത് നിങ്ങൾ മേടിച്ചോ, കുഴപ്പമില്ല, അതൊന്നും ഹറാമെന്ന് പറയാനൊന്നും പറ്റൂല. നമ്മൾ ഈ വില പേശാൻ നിൽക്കുന്ന എന്തിനാണ്? ചോദിച്ചു വാങ്ങി, അത്ര ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇത്ര ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്റെ മോൻ ഇത്ര ശമ്പളം, എന്റെ മോൻ ഇത്ര ശമ്പളം, എന്റെ മോന്റെ കണ്ണ് നിങ്ങൾ കണ്ട, എന്റെ കണ്ണ് കണ്ട, എന്റെ കവള് നിങ്ങൾ കണ്ട, എന്റെ കവള് കണ്ട. അതൊക്കെ നോക്കിയിട്ട് വാപ്പ പേശിയാണ് എന്ന്. അസ്തഗ്ഫിറുല്ലാഹ്. നല്ല പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ച് കെട്ടിക്കിൻ. ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് വിലയും പേശി നടക്കാതെ.
അതിന്റെ പേരിൽ നമ്മൾ ചർച്ചയും ചെയ്യണ്ട. നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടോ നിഅമത്ത്, ഒരു നല്ല ഒരു സാലിഹായ പെണ്ണിനെ കണ്ടുപിടിച്ച് രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യും സുഹൃത്തുക്കളെ, അള്ളാഹു ബർക്കത്ത് ചെയ്യും ഇൻഷാ അള്ളാഹ്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ആ ഹദീസ് ഞാൻ എന്റെ ഒരു പകുതിയാ പറഞ്ഞുകൊണ്ട് വരുന്നത്. മൻ വുലിദ ലഹു വലദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബഹു, മറ്റൊരു റിവായത്തിൽ വഅദിബുഹു എന്നുണ്ട്. ഫൈദാ ബലഗ, അവൻ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഫസവ്വജഹു അബൂ, ഫൈദാ ബലഗ ഫസവ്വിജു, അവൻ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ വാപ്പായെ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമേ. വൈൻ ബലഗ, അവൻ പ്രായപൂർത്തിയെത്തി വലം യുസവ്വിജുഹു, അവന് വാപ്പ വിവാഹം കഴിച്ചു കൊടുത്തില്ല. ഫഅസാബ ഇസ്മൻ, അവൻ ഒരു തെറ്റിലേക്ക് പോയി ചാടി. ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി, ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ വാപ്പാടെ മേലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാത്ത വാപ്പ, പ്രായപൂർത്തിയെത്തിയ പെണ്ണ് ആരാന്റെ കൂടെ ഒളിച്ചോടിപ്പോയാൽ ഇസ്ലാമിക സംസ്കാരത്തെ കരിവാരിത്തേച്ച് പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയാൽ ഫഅസാബ ഇസ്മൻ, അങ്ങനെ തെറ്റിലേക്ക് കടന്നു പോയാൽ ഫൈന്നമാ ഇസ്മുഹു അലാ അബീഹി, അവന്റെ പാവം അവളുടെ പാവം ഈ വാപ്പ പേറേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആൺകുട്ടിക്ക് പ്രായമെത്തി, 22ന്റെ സമയവും കഴിഞ്ഞു, വീണ്ടും അവനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വ്യഗ്രത കാണിക്കുന്ന പിതാവേ, അവൻ ഏതെങ്കിലും കോളേജിലോ ഹോസ്റ്റലിലോ താമസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫഅസാബ ഇസ്മൻ, അവനൊരു തെറ്റുകാരനായി മാറിയാൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബീഹി, അവൻ ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കളുടെ മേലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഉത്തരവാദിത്തം ചെയ്യേണ്ടത്? വാപ്പ അല്ല ചെയ്യേണ്ടത്. മക്കളെ പഠിപ്പിക്കാൻ ദൂരെ വിടും. അവിടുത്തെ ഹോസ്റ്റലിൽ എന്തൊക്കെയാ നടക്കുന്നത്? പെണ്ണുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ തന്റെ മക്കള് പിഴച്ചു പോയാൽ വാപ്പ ഇടി നിങ്ങൾക്ക് തന്നെയായിരിക്കും. മുതുകത്തൊക്കെ കൊട്ടൻ ചുക്കാതിയൊക്കെ തേച്ച് റെഡിയായി പോണം അങ്ങോട്ട് പോകാൻ നേരത്ത്. മക്കളെ കൊണ്ടങ്ങ് പഠിപ്പിക്കാൻ വിടും. അതൊന്നും അറിയുന്നില്ലല്ലോ. അവിടെ എന്തൊക്കെയാ നടക്കുക? ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അല്ലാത്ത ഫ്രണ്ട്, എല്ലാ ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട്. എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് നടക്കുക. പക്ഷെ അവർ തമ്മിൽ പിഴച്ചു പോയാല്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ വാപ്പാക്കും ഉമ്മാക്കുമാണ് ഇടിയെന്നാണ് ഇവിടെ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഉള്ള സമയത്ത് കെട്ടിച്ച് വിട്ടിട്ട് കൃത്യമായി കല്യാണം കഴിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, സമയമായി വരുന്നു, ചൂടെ പറയട്ടല്ലേ, ഇത് എന്ന് തീരാനാ? മഴയായതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു യജ്മഉ ഗിൽമാനഹു, തന്റെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ആര്? ഇക്രിമ വ ഖുറൈബ് വഗൈറഹുമാ, ഈ രണ്ട് മക്കളും അവരല്ലാത്ത മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ഇദ്ദേഹം മക്കളോട് പറഞ്ഞു, ഇൻ അറത്തുമുൻ നിക്കാഹ അൻകഹതുകും, മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പെണ്ണ് കെട്ടിച്ചു തരാം. നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പെണ്ണ് കെട്ടിച്ചു തരാം. ആര്? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രായപൂർത്തി ലമ്മാ അദ്റഖു, അവർ പ്രായപൂർത്തി എത്തിയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു, മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. ഇബ്നു അബ്ബാസ്, കാരണം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആരെങ്കിലും വ്യഭിചരിച്ചു പോയാൽ, ആരെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ നസഅൽ ഈമാനു മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരിയെടുത്തു കളയും. അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വാപ്പ തയ്യാറാണ് വിവാഹം കഴിപ്പിച്ചു തരാൻ. പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടു, പെണ്ണും കെട്ടിക്കോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ലൈൻ ബഖിയ മിൻ അശറത്തിൻ, 10 ദിവസമെങ്കിലും എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു കല്യാണം കഴിക്കാൻ. 10 ദിവസം എനിക്ക് ബാക്കിയുള്ളൂ ഇനി എന്റെ ജീവിതത്തിൽ. 10 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും. അങ്ങനെ ഒരു തീരുമാനം എനിക്ക് വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. കാരണം എന്തെന്നറിയുമോ?
കല്യാണം കഴിക്കാതെ അവിവാഹിതനായി അള്ളാഹുവിനെ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് 10 ദിവസമാണ് എന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാകുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. മാതത് ഇംറാതാനി ലിമുആദ് ഇബ്നു ജബൽ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 2 ഭാര്യമാരെ മരിച്ചുപോയി. ഫിത്താഊൻ, പ്ലേഗ് രോഗത്തിൽ. വഹുവ അയ്ളൻ ഫിത്താഊൻ. ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു താഊൻ, പ്ലേഗിന്റെ രോഗത്തിന് അടിമയാണ്. ആ പ്ലേഗിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നു, സവ്വിജൂനി സവ്വിജൂനി, എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരണം, എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരണേ. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ അവിവാഹിതനായി മരിച്ചു ചെല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരണമേ എന്ന് പ്ലേഗ് രോഗബാധിതനായി കിടക്കുമ്പോഴും ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. കല്യാണത്തിന്റെ മഹത്വം മനസ്സിലായോ? എന്ന് മനസ്സിലാക്കി. ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയല്ല, ധാരാളം ഉണ്ട്. അതുകൊണ്ട് മക്കളെ എല്ലാം ഒരുമിച്ച് കൊണ്ട് പെട്ടെന്ന് പെണ്ണ് കെട്ടിപ്പിച്ച് വിട്. കുറച്ച് അരാജകത്വമൊക്കെ കുറഞ്ഞു കിട്ടും, കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും. എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കണം നാളെ മുതൽ. അതിനുവേണ്ടി ഒരു പരിപാടി നമ്മൾ തുടങ്ങണം, എന്നാലേ പറ്റുള്ളൂ. ചില ചെറുപ്പക്കാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വാപ്പ സമ്മതിക്കുന്നില്ല. അങ്ങനെയുണ്ട്, വാപ്പ തടസ്സം, അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. വാപ്പ സമ്മതിക്കണ്ട, എന്ത് ചെയ്യാൻ പറ്റും? വാപ്പമാരെ ഇനിയെങ്കിലും ഇതൊന്ന് കേട്ടിട്ട്, ഇതൊക്കെ ഹദീസാ, ഇതെങ്കിലും ഒന്ന് കേട്ടിട്ടെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ. കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കല്യാണം കഴിച്ചു കൊടുത്തു. വാപ്പ പറയണം ചെറുക്കന്റെ സുമ്മാഖദ ബിയദിഹി. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുക. സുമ്മാഖദ ബിയദിഹി, വാപ്പ പോയിട്ട് അവന്റെ കൈക്ക് പിടിക്കണം. വാപ്പ മോന്റെയോ മോളെയോ പെണ്ണ് കെട്ടിച്ചു കൊടുത്താലും കെട്ടിച്ചാലും എങ്ങനെ ആയാലും ശരി, കൈക്ക് പിടിച്ചിട്ട് പറയണം സുമ്മാഖദ ബിയദിഹി, അവന്റെ കൈക്ക് പിടിച്ചിട്ട് പറയണം സുമ്മാഖദ ബിയദിഹി, ഖദ് അദ്ദബ്തുക, മോനെ നിനക്ക് ഞാൻ മര്യാദ പഠിപ്പിച്ചു തന്നു. വഅല്ലംതുക, നിനക്ക് ഞാൻ ഇൽമ് പഠിപ്പിച്ചു തന്നു, വിദ്യ നൽകി. ലൗകികമാകട്ടെ ആത്മീയമാകട്ടെ ഈ വിദ്യ നിനക്ക് ഞാൻ എന്റെ കഴിവനുസരിച്ച് പഠിപ്പിച്ചു തന്നു. വഅൻകഹതുക, നിനക്ക് ഞാൻ നല്ല ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹവും ചെയ്തു തന്നു. മോനെ, ഈ വാപ്പാടെ ഉത്തരവാദിത്തം ദുനിയാവിൽ തീർന്നിരിക്കുകയാണ്. ശേഷം അവന്റെ കൈക്ക് പിടിച്ച് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. പടച്ച തമ്പുരാനെ, ഇനിയെങ്ങാനും ഇവൻ പിഴച്ചു പോയാൽ, ഇനിയെങ്ങാനും ഇവൻ വഴികേടിലായിപ്പോയാൽ, ഇവനെങ്ങാനും ഇനി വ്യഭിചാരിയായാൽ, വ്യഭിചരിച്ചു പോയാൽ, മറ്റേതെങ്കിലും രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്തിയാൽ, അള്ളാഹുവേ എന്നെ നാളെ മഹ്ശറിൽ വെച്ച് നിന്ദിക്കല്ല തമ്പുരാനെ. എന്റെ മക്കളുടെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ നിന്ദിക്കല്ലേ അള്ളാഹുവേ. അതിൽ നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു തമ്പുരാനെ എന്ന് ഈ മക്കളുടെ കൈക്ക് പിടിച്ച് മാതാപിതാക്കൾ പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തീർന്ന ഇടപാട്. പിന്നെ അവ എവിടെങ്കിലും പോയാ പാപ്പാ കടി കിട്ടൂല, ജാമ്യം എടുത്ത് ഇത്രയും ചെയ്തു കൊടുക്കണം. ചെറുപ്പം മുതലേ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് വൃത്തിയാക്കി ഇൽമു നൽകി അദബ് നൽകി വിവാഹവും കഴിപ്പിച്ചു കൊടുത്തു വിട്ടു. അൽഹംദുലില്ലാഹ്, പാപ്പാടെ ഇടപാട് തീർന്നു. ഇവ ഇനി അങ്ങാനും പിഴച്ചുപോയാൽ പിന്നെ വാപ്പാ കടിയില്ല, പ്രശ്നം തീർന്നു. അതുകൊണ്ട് ഇതങ്ങോട്ട് പറഞ്ഞേക്കണം. ഇവിടെ കൈക്ക് പിടിച്ചങ്ങ് പറയണം. ഇത് കൈക്കും കാലിലും ഒന്നും ആരും പിടിക്കാറുമില്ല, ഇത് പറയാറുമില്ല, ഇല്ലേ? ഇതൊക്കെ ചെയ്യണം. അതിനാണല്ലോ നമ്മളിത് പഠിപ്പിക്കുന്നതും പറയുന്നതും. പിന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള 1-2 കടമയും കൂടെ പറഞ്ഞങ്ങ് നിർത്തിയാക്കാം. അടുത്ത ആഴ്ച മക്കൾക്ക് മാതാപിതാക്കളോടുള്ളത്. കാസറ്റൊക്കെ ഉള്ളത് കൊണ്ട് കേട്ട് കാണും, എങ്കിലും ഞാൻ പുതിയത് വേറെ കൊണ്ടുവരും നോട്ട് ചെയ്തുകൊണ്ട്. കാസറ്റിൽ ഇപ്പം മതപ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂറിനകത്ത് ഇതെല്ലാം കൂടെ പറയാൻ പറ്റുമോ? അത് ഓടിച്ചിട്ടൊരു പറച്ചിലാണ്. അപ്പൊ ഇത് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ വേറെ കിതാബുകളിൽ നിന്നൊക്കെ നോട്ട് ചെയ്ത് വേറെ പുതിയ പുതിയ കുറെ വിഷയങ്ങളോടെ കൊണ്ടുവരും. ഇത് ക്ലാസ് വേറെ, പ്രസംഗം വേറെ. മനസ്സിലാക്കി, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര നോക്കിയാലും പുതിയൊരു തഫ്സീർ നോക്കുമ്പോൾ അതിനകത്ത് കുറെ പുതിയ വിഷയം കാണും. പിന്നെ അടുത്തൊരെണ്ണം ചുമ്മാ നോക്കുമ്പോൾ അതിൽ കുറെ വിഷയം കാണും. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് ക്ലാസ് വേറെ, മതപ്രസംഗം വേറെ. ഖൈർ, അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മക്കളോട് മാതാപിതാക്കൾ കാണിക്കേണ്ട ഉത്തരവാദിത്തം,
മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ വാപ്പമാര് നിറവേറ്റി കൊടുക്കണം. ഭൗതിക ആവശ്യം വാപ്പമാർക്ക് ആദ്യം മക്കളോട് കരുണ വേണം. അതൊരു കാര്യമാണ്. കാരുണ്യമുണ്ടാകണം, സ്നേഹം. മക്കളോടൊരു സ്നേഹം വാപ്പമാർക്ക് വേണം. ചുമ്മാ വളർന്നാലും പെണ്ണ് കെട്ടിയാലും ആടി ഇടി ഭീഷണി അയ്യയ്യയ്യയ്യേ. നമ്മളിപ്പോ ഇച്ചിരി അത് 13 വയസ്സ് അടിക്കാനാ പറഞ്ഞ പള്ളിയിൽ പോകാത്തതിന്. ഇതോ പെണ്ണ് കേട്ട് 2 മക്കളുണ്ടെങ്കിലും ഇങ്ങനെ വലിയ ഇവിടുത്തെ ഷേഖാന്നും പറഞ്ഞു ഇവിടെ പോരുന്നു പാടില്ല. അത് ശരിയല്ല. നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കണമേ. അത് ചെറുപ്പം മുതലാണ്, വലുതായാലും മക്കൾ തന്നെയല്ലേ, കരുണ കാണിക്കണം. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സദസ്സിൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു നബി ഉമ്മ വെച്ചു, ചുംബിച്ചു. വഇൻദഹു അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന സഹാബി ആ സദസ്സിൽ ഇരിപ്പുണ്ടായിരുന്നു. അഖ്റഅ ഇബ്നു ഹാബിസ് ഇത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്നലി അശറതം മിനൽ വലദ്, എനിക്ക് 10 മക്കൾ ഉണ്ടായിട്ടുണ്ട്. മാ ഖബ്ബൽതു വാഹിദം മിൻഹും, അവരിൽ ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, അദ്ദേഹത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കുകയില്ല. അപ്പൊ അഖ്റഅ ഇബ്നു ഹാബിസിന് 10 മക്കളുണ്ടായി, ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ മക്കളോട് സ്നേഹമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട പ്രവാചകൻ തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജുബ്ബയും ഇട്ടുകൊണ്ട് ചെറിയ ലോഹയും ധരിച്ചുകൊണ്ട് ഖമീസും ഇട്ടുകൊണ്ട് അവർ മുട്ടിൽ വീഴുന്നു, കമന്ന് വീഴുന്നു, അങ്ങനെ ഓടുന്നു, കുഞ്ഞുകാല് വെച്ച് ഓടുന്നു, പെട്ടെന്ന് വീഴുന്നു, എഴുന്നേക്കുന്നു, വീഴുന്നു, എഴുന്നേക്കുന്നു. ഇത് റസൂലുള്ളാഹ് മിമ്പറിൽ നിന്ന് കാണുകയാണ്. പൊന്നുമക്കള്, കുഞ്ഞുമക്കള് വീണ് വീണ് വരുന്നത് സഹിക്കവയ്യാത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഓടിപ്പോയി 2 മക്കളെയും എടുത്ത് ചുമലിൽ വെച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞത് എത്ര സത്യം, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഫിത്നയാണ്, അപകടമാണ്, ആപത്താണ്, പരീക്ഷണമാണെന്ന് അല്ലാഹ് പറഞ്ഞത് എത്ര സത്യമാണ്. ഞാൻ ഖുതുബ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഈ മക്കളുടെ ദുരവസ്ഥ കണ്ട് എനിക്ക് ഖുതുബ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സിൽ വെപ്രാളമായി. എന്റെ കുഞ്ഞുമക്കൾ ഇങ്ങനെ വീണ് വീണ് വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയാതെ വന്നുപോയി. അതുകൊണ്ട് ഞാൻ ഖുതുബ പകുതി വെച്ച് നിർത്തിക്കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഈ കുഞ്ഞുമക്കളെ ഞാൻ സമാശ്വസിപ്പിച്ചു പോയി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ കുഞ്ഞുങ്ങളുടെ വരവിനോട്, ഈ കുഞ്ഞുങ്ങളുടെ വീഴ്ചയോട് നബിതങ്ങൾക്ക് വിഷമമുണ്ടായി പോയി. അപ്പൊ ഖുതുബ പോലെ നിർത്തിയിട്ട് ഓടി വന്ന ആ കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചു. ഇത് മകളുടെ മകളെന്ന് പറയാം, പക്ഷെ വളർത്തു പുത്രന്റെ പുത്രൻ. നോക്കണം, നമ്മൾ കുട്ടികളോട് സ്നേഹിക്കേണ്ടത് എങ്ങനെ? നമ്മുടെ മക്കളെ മാത്രം സ്നേഹിച്ചാ പോരാ, നമ്മുടെ മക്കള് വരുമ്പോ ഭയങ്കര സ്നേഹം. അയൽവക്കത്തെ മക്കളെ നമ്മള് അവിടുന്ന് ഇച്ചിരി ജിലേബി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊണ്ട് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തണം. ഉറക്കെ പറയാൻ ഒക്കത്തില്ല. അവന്റെ വാപ്പ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, അയൽവക്കത്ത് കേൾക്കും പറയുന്നത്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോ എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടാ കുഞ്ഞങ്ങ് പോകും. എന്താക്കളെ ഒരു പിശാചിങ്ങനെ കാണിച്ച്, ഒരു പിശാച്, അപ്പുറത്തുള്ളവരെല്ലാം പിശാച, മക്കളിനി അങ്ങോട്ട് പോവല്ലേ. ഇതെപ്പോഴും മനസ്സിലാക്കിയ താത്താമാർക്കറിയാം അവൻ എപ്പോഴും പല ദുഷ്ടനാണെന്ന്. അതുകൊണ്ട് ആരുടെ മക്കളായാലും നമ്മൾ അങ്ങനെ കാണിക്കരുത്. അത് കാണിക്കാതിരിക്കാനാണ് നബിതങ്ങള് വളർത്തു പുത്രന്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബിതങ്ങൾ പറഞ്ഞു, യഗ്സിലി വജ്ഹ ഉസാമ, ഉസാമ എന്ന് പറയുന്ന മോന്റെ മുഖം ഒന്ന് കഴുകു പെണ്ണേ ആയിഷ. കൊച്ചുകുട്ടികളല്ലേ, ഒരുമാതിരി അഴുക്കും പിടിച്ച് ഹൂഹൂ എന്നൊക്കെ ഇരിക്കും. ആ സ്വന്തം മക്കളുടെ മുഖം ഇനി എന്തൊക്കെ തീട്ടം പറ്റിയിരുന്നാലും കഴുകാൻ അവർക്കൊരു വിഷമമില്ല. പിന്നെ വളർത്തു പുത്രന്റെ മുഖമൊക്കെ എടുത്ത് വെച്ചൊന്ന് കഴുകാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തഴുക്കിരുന്നു. നബിതങ്ങൾ പറഞ്ഞു, യഗ്സിലി വജ്ഹ ഉസാമ,
ആയിഷ, ഈ ഉസാമയുടെ മുഖം ഒന്ന് കഴുകൂ ആയിഷ. ആയിഷ ബി പറയാണ്, ഫജഅൽതു അഗ്സിലുഹു വഅന അനിഫത്തുൻ, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ നബി പറഞ്ഞപ്പോ ഞാൻ കഴുകാതിരുന്നത് എങ്ങനെ, വെറുപ്പോടുകൂടി ഞാൻ ഇങ്ങനെ കഴുകുന്നത് റസൂലുള്ളാഹ് കണ്ടുപോയി. ഫളറബ യദി, എന്റെ കൈക്കിട്ടൊരൊറ്റയടി. ഇങ്ങോട്ട് പെണ്ണെ നടക്കുന്നു, കഴുകൊക്കെ കണ്ടില്ല, എന്റെ മോന്തയും മുഹറകട്ടയും കണ്ടാല് ഒരൊറ്റയടി എന്റെ കൈക്ക്. സുമ്മ അഖദഹു, പിന്നീട് ആ കുട്ടിയെ റസൂലുള്ളാഹ് അങ്ങെടുത്തു. ഫഗസലഹു, നബി തങ്ങൾ ആ പൊന്നുമോനെ കഴുകി. ഫഗസല വജ്ഹഹു, ആ ഉസാമയുടെ മുഖം റസൂലുള്ളാഹ് മുബാറക്കായ കൈ കൊണ്ട് കഴുകിയിട്ട് ഫഖബ്ബലഹു, ആ മുഖത്ത് ചുംബിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാ, വളർത്തു പുത്രന്റെ പുത്രൻ. നമ്മൾ അങ്ങനെ ചെയ്യണം. പെണ്ണുങ്ങൾക്ക് ഭയങ്കര പാടാ കഴുകാൻ. കാഷ്ടിച്ചത്, പിള്ളേർ കാഷ്ടിച്ചത് ഒക്കെ മഞ്ഞ കളർ, അതൊക്കെ കഴുകുന്ന ചില പെണ്ണുങ്ങളാണ് ഇങ്ങനെ കൊണ്ട് വെച്ച് പൈപ്പ് തുറന്ന് ഇങ്ങനെ പിടിക്കുക, അതിനകത്തെങ്കിലും ഇങ്ങോട്ട് പോട്ടെ. ഇതൊന്നും കഴുകൂല ഇപ്പം. നബിതങ്ങൾക്ക് കണ്ടോ, അതില്ല. കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ, കുഞ്ഞു മക്കളോടുള്ള ആദരവിന്റെ പേരിൽ പൊന്നുമോന്റെ മുഖം ഇങ്ങനെ കഴുകിക്കൊടുത്തു മുബാറക്കായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, എത്ര സ്നേഹമാ അല്ലേ. വാഷ് ബേസിനിൽ നിന്ന് കൊണ്ടുപോയിടും, അങ്ങനെയെങ്കിലും തീർന്നാ തീരട്ടെ എന്നോർത്ത്. അങ്ങനെയൊക്കെ എന്താ ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ, ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്, മക്കളോടുള്ള കാരുണ്യം. അതുകൊണ്ട് വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കണേ, സ്നേഹിക്കണേ. ഇത് റസൂലുള്ള പഠിപ്പിച്ച ഇനി ധാരാളം ഹദീസുകളുണ്ട്, സമയമില്ല. രണ്ടാമത്, നിങ്ങൾ അവരുടെ ഭൗതിക ആവശ്യം നിങ്ങൾ സാധിച്ചു കൊടുക്കണം. ദുനിയാവിന്റെ ആവശ്യം നിങ്ങൾ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇത്തിരി ഫുലൂസൊക്കെ കൊടുത്ത് അവർക്ക് വേണ്ട എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അത് നിറവേറ്റി കൊടുക്കണം. അത് നിങ്ങൾ കൂലിയുണ്ട്. നിങ്ങൾ എന്നെ ഫുലൂസ് ചോദിച്ചാൽ ഫുലൂസ് കൊടുക്കണ്ടെന്നല്ല, എന്റെ കൂലിയുണ്ട്. അങ്ങനെ കൊടുത്താൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു സഹോദരൻ, അഫ്ളലു ദീനാരിൻ തുൻഫിഖുഹു, നീ ചെലവ് ചെയ്യുന്ന ദീനാർ, തുൻഫിഖുഹു റജുലു, ഒരു പുരുഷൻ ചെലവ് ചെയ്യുന്ന ദീനാറിൽ ശ്രേഷ്ഠമായ ദീനാർ, തുൻഫിഖുഹു അലാ ഇയാലിഹി, തന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ദീനാറാണ്, ദിർഹമാണ് ഏറ്റവും ഗുണമുള്ളത്. ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, ഉമ്മാക്ക് കൊടുക്കുന്നത്, ഭർത്താവിന് കൊടുക്കുന്നത്, മക്കൾക്ക് നമ്മൾ ചെലവ് ചെയ്യുന്നത്, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ, അവർക്ക് ആഹാരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ, അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ, അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, അവരുടെ ദുനിയവിയായ ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണാൻ ചോദിച്ചാൽ കൊടുക്കില്ല, അതല്ല നമ്മൾ ആ ഉദ്ദേശം നമുക്കില്ലല്ലോ. ഹറാമിന്റെ ആവശ്യത്തിന് ചോദിച്ചാലൊന്നുമല്ല, ഹലാലിന്റെ ആവശ്യങ്ങൾക്ക് മാതാപിതാക്കളോട് മക്കൾ ചോദിച്ചാൽ അവർക്ക് കൊടുക്കണമെന്നാണ് നബിതങ്ങൾ പറയുന്നത്. അങ്ങനെ കൊടുത്താൽ അത് ഏറ്റവും ഗുണമുള്ള സദഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതലുള്ള കാര്യം, കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരാൾക്ക് പാവം ചെയ്യാൻ മതിയായ കാരണം, തന്റെ മക്കൾക്കോ തന്റെ ഭാര്യയ്ക്കോ തന്റെ അധീനതയിൽപ്പെട്ടവർക്കോ ചെലവിന് കൊടുക്കാതിരിക്കലാണ് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാവമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു മാ യൂളഉ ഫീ മീസാനിഹിൽ അബ്ദി, ആദ്യമായി ഖിയാമത്ത് നാളിൽ അവന്റെ തുലാസിലേക്ക് വെക്കപ്പെടുമ്പോൾ, അവന്റെ തുലാസിൽ വെക്കപ്പെടുന്ന, അടിമയുടെ തുലാസിൽ വെക്കപ്പെടുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, തുൻഫിഖുഹു അലാ ഇയാലിഹി, തന്റെ അടിമയ്ക്ക് വേണ്ടി അവൻ ചെലവ് ചെയ്ത പൈസയാണ്, തന്റെ കുടുംബത്തിന് വേണ്ടി അവൻ ചെലവ് ചെയ്ത പൈസയാണ് ആദ്യമായി മീസാനിൽ വെച്ച് കൂലി അല്ലാഹു കൂട്ടിക്കൊടുക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കൾക്ക് കൊടുക്കുന്ന പൈസ, ഭാര്യയ്ക്ക് ചെലവ് ചെയ്ത പൈസ, ഇതാണ് അല്ലാഹു തആല കൂടുതൽ കൂലിയാക്കിക്കൊണ്ട് നാളെ അവിടുത്തെ തുലാസിൽ എടുത്തു വെച്ച് ഭാരം കൂട്ടി ഈ മാതാപിതാക്കൾക്ക് ഗുണമായി അല്ലാഹു തആല നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളോട് സ്നേഹിക്കണം, ഭൗതികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, അവരോട് കരുണ കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്താൽ മക്കളെ നല്ല ഗുണമുള്ളതായി നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇനി ഒരുപാടുണ്ട്, സമയമില്ല, നമുക്ക് പിന്നെ സൗകര്യം പോലൊക്കെ പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കളെ മാതാപിതാക്കളോട് എങ്ങനെയാണ് നിങ്ങൾ കഴിയേണ്ടത്? ഖുർആനിക വീക്ഷണം, ഹദീസിന്റെ വീക്ഷണം അടുത്ത മാസം 14-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഇൻഷാ അല്ലാഹ്
اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى آل سيدنا محمد بارك وسلم عليه. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه أجمعين. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. اللهم اجعلنا من الراشدين. اللهم اشف أمراضنا أمراض والدينا وأولادنا وأزواجنا وأحبابنا وأساتذتنا ولمن أوصانا بالدعاء واشفها بمحض فضلك وكرمك وجودك يا شافي الأمراض. اللهم إن لم تشف أمراضنا فمن يشفي أمراضنا فاشف أمراضنا يا شافي الأمراض. കരുണയുള്ള അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂലാക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ പാപങ്ങളെ മാപ്പാക്കി തരണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ആയുസ്സിന് വലിപ്പം നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ രോഗങ്ങളെ ഷിഫയാക്കണമേ അല്ലാഹുവേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത 2 സഹോദരന്മാരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ അല്ലാഹുവേ. അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹുവേ. അവരുടെ കുടുംബത്തിൽ ആരൊരാൾ സുഖമില്ലാതെ കിടക്കുന്നുവോ നീ ആ രോഗത്തെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഷിഫയാക്ക തമ്പുരാനെ. യാ റഹ്മാൻ യാ റഹീം യാ അല്ലാഹ്, ഞങ്ങളെല്ലാവരും സാധുക്കളും പാവികളുമാണ് തമ്പുരാനെ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ. നീ ഞങ്ങളെ മാപ്പാക്കണേ അല്ലാഹുവേ. പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള അപകടങ്ങൾ, പടച്ചവനെ പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുകയും അതിലൂടെ ധാരാളം നന്മകൾ ചെയ്യാനും നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനും നിന്നുകൊണ്ട് നമസ്കരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ മരണപ്പെട്ടു പോയി മണ്ണറയിൽ കഴിയുന്ന എത്രയോ സഹോദരി സഹോദരന്മാരുണ്ട് റഹ്മാനായ അല്ലാഹുവേ. അവരുടെ അവസ്ഥ ഞങ്ങൾ അറിയത്തില്ല യാ അല്ലാഹ്. നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ. ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. യാ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹുവേ. വഴിപിഴപ്പിക്കല്ലേ അല്ലാഹുവേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വാർത്തു തരണമേ അല്ലാഹുവേ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ അല്ലാഹുവേ. ശിഫയാക്കണമേ അല്ലാഹുവേ. ദീർഘായുസ് നൽകണമേ അല്ലാഹുവേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന വലതുൻ സ്വാലിഹുൻ ആക്കി തരണമേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഓരോ വ്യക്തികൾ ഏതെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അതെല്ലാം നീ നിറവേറ്റി തരണമേ തമ്പുരാനെ. ഈ ദുആയെ നീ സ്വീകരിക്കണമേ അല്ലാഹുവേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء المرسلين. കാരുണ്യമാണ് ഹബീബ്, മനുഷ്യന് കാരുണ്യമാണ് ഹബീബ്, മാലാഖമാർക്ക് കാരുണ്യമാണ് ഹബീബ്, സർവ്വ ജീവജാലങ്ങൾക്കും കാരുണ്യമാണ്, സർവ്വചരാചരങ്ങൾക്കും കാരുണ്യമാണ്, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ്, എല്ലാ ജീവികൾക്കും കാരുണ്യമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യം. ആ കാരുണ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ടാ പറയുന്നത് സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ പ്രപഞ്ചത്തിനും സർവ്വചരാചരങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. അങ്ങ് കാരുണ്യമാണ് നബിയെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുതിരപ്പുറം പോകാനാണോ? അതേപ്പോ കടലപ്പുറം പോയ, അതേ ശവപ്പുറം പോയ ലജ്ജ തോന്നിപ്പോകും. ലജ്ജ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേട്ടിട്ട് ചുണ്ട് ചലിക്കാത്ത, ആവേശം കൊള്ളാത്ത ഒരവസ്ഥയിൽ മുതിരപ്പുറം എത്തിപ്പോയോ. അള്ളാഹു ഒരു അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പം മിണ്ടാതിരിക്കാൻ തോന്നുന്നോ? ഹബീബായ നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ, സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ. സ്വലാത്തിന്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ മടിക്കുന്ന? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സ്വലാത്ത്
ഒരു സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ, ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എനിക്ക് കൊടുത്തു വിട്ടു. ഒരു സഹോദരി കൊടുത്തു വിട്ട കുറിപ്പാണ്. സാധാ സ്വലാത്തൊന്ന് ചൊല്ലിക്കണേ, ആ സ്വലാത്തൊന്ന് ചൊല്ലിക്കണേ എന്നാണ് ആ കുറിപ്പിലുള്ളത്. ആ സ്വലാത്ത് 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ഇത് ചൊല്ലുന്നത് നഷ്ടക്കച്ചവടമല്ലല്ലോ മക്കളെ. ഒരു ഖുർആൻ പറയാ, നരകത്തിലും മനുഷ്യരെ കരിക്കാൻ ഉപയോഗിക്കുന്നത് വിറക് കൊള്ളിയല്ല, മരക്കസനങ്ങളല്ല, പിന്നെയോ വൽ ഹിജാറ. അള്ളാഹു പറയുന്നു 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിൽ മാത്രം തീപിടിക്കുന്ന കല്ലുകളെയാണ് അള്ളാഹു നാളെ നരകത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ചൂടെന്തോരു ചൂടാണ്. ആ നരകത്തിന്റെ ചൂടെന്തോരു ചൂടാണ്. നരകം മുഴുവനും ചൂടാണ്. അതിൽ നൽകുന്ന ഓരോന്നും വല്ലാതെ ചൂടുള്ളതാണ്. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മൾ ഈ നരകത്തെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഓർത്തിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഈ ആയത്ത് കേട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടിയുണ്ടാകുന്നുണ്ടോ? നരകത്തിന്റെ ബാക്കി ചൂടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അല്ലാമാ ശിബ്ലി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ദിവസം വൈകുന്നേരം ഒരു സായാഹ്ന സമയം നഗരപ്രാന്തത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു മണത്തലിന്റെ ചുട്ടിലിരുന്നു കൊണ്ടൊരു കൊച്ചുകുട്ടി വല്ലാതെ പൊട്ടി കരയുകയാ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാമാ ശിബ്ലി വഴിവെക്കിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊച്ചു കുഞ്ഞതാ, ഒരു കൗമാര പ്രായക്കാരനതാ മരത്തണലിരുന്നു കൊണ്ട് വിങ്ങി കരയുകയാണ്. മറുഭാഗത്ത് മൈതാനത്ത് നിന്ന് ആ കുട്ടിയുടെ സമപ്രായക്കാര് മുഴുവനും വല്ലാതെ വിനോദത്തിൽ ആർത്തുല്ലഹസിച്ച് കളിക്കുകയാ. അവര് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിനോദാപാധികളിൽ പങ്കെടുക്കുകയാ. അല്ലാമാ ശിബ്ലി നോക്കുമ്പോ ഈ കൊച്ചുകുട്ടി മാത്രം മരത്തണലിരുന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പോ അല്ലാമാ ശിബ്ലി ആ കുഞ്ഞിന്റെ അടുക്കൽ വന്ന് വാത്സല്യത്തോടെ തലയിൽ തലോടി ചോദിച്ചു, പത്ര മോനെ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ? നിന്റെ സമപ്രായക്കാര് മുഴുവനും മൈതാന മധ്യത്ത് തിമിർത്താടുമ്പോ ആ കൂട്ടത്തിൽ നിന്നെ പങ്കു ചേർക്കാത്തത് കൊണ്ടാണോ? അതല്ല നിനക്ക് വിശന്നിട്ടാണോ കരയുന്നത്? എന്താ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞിനോട് പറയുന്നു, മോനെ, നിന്റെ സമപ്രായക്കാര് നിന്നെ കളിയിൽ പങ്കു ചേർത്തില്ലെങ്കിൽ നീ വരിക, അവരോട് ഞാൻ നിന്നെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് ആ കൗമാരപ്രായക്കാരന്റെ കൈ പിടിക്കുമ്പോ ഓ കൊച്ചുകുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ?